ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ. ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എവിടെ? ഗോവയ്ക്ക് വരും. കൊച്ചു ഗോവ, അതായത് വർക്കലയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോ വർക്കല കുഞ്ഞു ഗോവ. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ എറണാകുളത്തിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് അല്ലേ. പക്ഷെ നമ്മൾ ഈ 2025 ലാസ്റ്റ് ദിവസം നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പറയായിരുന്നു, മനസ്സിലായില്ലേ. അപ്പൊ 2025 ഈ ലാസ്റ്റ് ദിവസം നമ്മൾ ഇന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ 10-70 കിലോമീറ്റർ സ്റ്റാൻഡ് നമ്മൾ വന്നിരിക്കുന്നു അല്ലേ, വർക്കലയിൽ. യെസ്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്പോട്ട് നമുക്ക് രാത്രി വൈബ് എങ്ങനെയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല കിടില ഫ്രൂട്ട്സ് ഇടയൊക്കെ കണ്ട് പോവാണ്. ഇപ്പൊ സമയം 5 മണിക്കാണ് നമ്മളിപ്പോ വർക്കലയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ആ സ്പോട്ട് എത്തുന്നത്. യെസ് അല്ലേ. ഹാപ്പി അല്ലേ? 2026 വെൽക്കം ചെയ്യാൻ പൊളിച്ചല്ലേ നിൽക്കുന്നേ. അടിച്ച് പൊളിച്ചാണ് നിൽക്കുന്നത്. 2026 നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും 2026 കിടിലം ഒരു വർഷമായി മാറട്ടെ എന്ന ആശംസയോട് വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോവാം. ഓക്കെ. 2026 വെൽക്കം ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വീടല്ല കേട്ടോ, ഓരോ റിസോർട്ടുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഓരോ റിസോർട്ടുകളിലൊക്കെ DJക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലെത്തി. ഇത് നമുക്ക് കുളിക്കാനുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. തിരക്ക് കൂടി വരുന്നുണ്ട്. വൈകുന്നേരം 5:15 ഉള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ആദ്യം വാ. അങ്ങനെ നമ്മുടെ ആ കൊച്ചു ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കടലിൻ്റെ കരയിലേക്ക് പോകണം അല്ലേ. കടലിൻ്റെ കരയിൽ പോണ്ടേ? യെസ്, പോകാം. കുറച്ചുകൂടെ താഴോട്ട് പോയി നോക്കാം. ഇപ്പോൾ സമയം 5:30 5:30 നിങ്ങളിപ്പോൾ ഈ വർക്കല ബീച്ചിൽ ഇത്രയും തിരക്ക് കാണുന്നത്. അപ്പോൾ 5:30 ഈ തിരക്കാണെങ്കിൽ രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് പ്രത്യേകിച്ച് ഒരു രക്ഷയും കാണും. തിരക്ക് അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കൂടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയി നമുക്ക് ബാക്കി ഇവിടെ കാണാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. അപ്പോൾ ആദ്യം ഇതാണ്ട് എത്രയും പെട്ടെന്ന് കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ആദ്യം ഓടയാണ് സ്റ്റെപ്പ്. വെള്ളത്തിലിറങ്ങരുത്, പോലീസിൻ്റെ ഇതാണ്. ഇപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകണം. 12 മണി വരെ ഇവിടെ നിൽക്കണോ അതാ ഇപ്പോൾ വീട്ടിൽ പോകണോ? അല്ലേ, 12 മണി വരെ നിൽക്കണോ ഇപ്പോൾ വീട്ടിൽ പോകണോ? യെസ്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മളിതാ ആ മണൽ തരികളിലേക്ക് എത്തുകയാണ്. യെസ്. അപ്പോൾ കൊച്ചു ഗോവ എന്നറിയപ്പെടുന്ന വർക്കല. ഹലോ കീർത്തി, എങ്ങനെയുണ്ട് കൊച്ചു ഗോവ എന്നറിയപ്പെടുന്ന വർക്കല? ഗോവ പോലെ തന്നെ അല്ലേ? സെയിം അതേ ഇത് തന്നെ അല്ലേ? ഒരു മാറ്റവും ഇല്ല. കേട്ടില്ല. എന്നാലും ഒരു ഗോവയെക്കാളും കൊള്ളാന്ന്. യെസ്. നിനക്ക് മണ്ണി കളിക്കാം, സമയമുണ്ട്. 12 മണി വരെ സമയമുണ്ട്. 10 മണിക്ക് ശേഷം വെള്ളത്തിൽ അലോടുള്ളൂ. ഓക്കെ. അങ്ങനെ പുതിയ വർഷം നമ്മൾ വരവേൽക്കാനായിട്ട് വന്നിരിക്കുന്നു. അടുത്ത വർഷം വർക്കല. അങ്ങനെ ഈ വർഷം അല്ലേ, ഈ വർഷവും വർക്കലയിൽ, അടുത്ത വർഷവും വർക്കലയിൽ അല്ലേ. യെസ്. അപ്പം എന്തോ അത് നമുക്ക് രാത്രി 12 മണി കഴിയുമ്പോൾ അറിയാമല്ലോ. 12 മണി കഴിയുമ്പോൾ അറിയാം. എന്നതാവൂ ഈ തലയിലിരിക്കുന്നത്? ലേഡീസ് തൊപ്പിയാണല്ലോ. പറന്തലയിൽ വെയിലുള്ളായിരിക്കും അല്ലേ. യെസ്. അങ്ങനെ സന്തോഷാണ് ആദ്യം അങ്ങോട്ട് പോയിരിക്കുകയാണ് മുള്ളാൻ വേണ്ടിയിട്ട്. അല്ല, ആരെയും ചോദിക്കില്ല. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, രണ്ടുപേരെ കണ്ടില്ല. അല്ല അത് കാണിക്കട്ടെ. ഓക്കെ. യെസ്. തിരക്ക് കൂടുന്നുണ്ട്. പോക്കറ്റ് അടികൾ സൂക്ഷിക്കുക, അറിയാതെ പോക്കറ്റ് അടിക്കുക. കടലിൽ വന്നിട്ട് വേറെ എന്ത് ചെയ്യാം? എന്താ കടലിൽ കപ്പലണ്ടി പറക്കം പോലെ ഇരുന്നുകൊണ്ട് മണലിൽ വാരി കളിച്ച് ഇതാ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. യെസ്. ദൈവമേ, ഇപ്പൊ ബാക്കി 7:30 ആയിട്ടുണ്ട്. അല്ല 7:30, 6:30 ആയിട്ടുണ്ട്. 6:30 ഇപ്പോൾ ഉള്ള വൈബാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി കട്ട വെയിറ്റിംഗിലാണ് നമ്മൾ കേട്ടോ. എന്തായാലും ന്യൂ ഇയർ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ന്യൂ ഇയർ 2026 വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്. കണ്ടാ ഇതുപോലെ എല്ലാ ഫാമിലീസും ഒരുപാട് വന്നിരിപ്പുണ്ട്. കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. കണ്ടാ
അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യും. അതാണ് കടലിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഇതാ പോകുന്നുണ്ട്. യാ, അപ്പോൾ എങ്ങനെയുണ്ട്? യെസ്. ആദ്യം വന്നിത്തിരി നീ ഇതെവിടെ വന്ന്? ആ, കൊള്ളാം, നൈസ്, അടിപൊളിയേ. ഈ കോലത്തിൽ എങ്ങനെയാണ് നിന്നെ വണ്ടി കയറ്റും? കുളിക്കോ? ആ, നമുക്ക് നോക്കാം. എന്തൊക്കെ കാണണം. മണലിന്റെ വീക്ക്നെസ് ആയ ആദിയുടെ ഇവിടെ ഒരു ടീംസ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമ്മളിതാ ഇങ്ങനെ തേരാ പാര നടക്കുന്നുണ്ട്. സമയമൊന്നും ആയില്ലല്ലോ. ഇതൊരു രസമാണല്ലേ നമ്മളെ കാലില് മണൽ വാരിയതാ ഇതുപോലെ. രണ്ട് സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. യെസ്, ഹായ്. നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടാണ്ടാ. അവരുടെ അതിർത്തിയാണ്, അവർ കറക്റ്റ് ആയിട്ട് വേർതിരിച്ച് അതാണ് ഗൂഗിൾ പേ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത്. കണ്ടാ, ടീം വർക്കാണ് കേട്ടാ, കൊള്ളാം. രാത്രി 7 മണിയായപ്പോഴതാണ് DJ നടക്കുന്നിടത്താണ് ലൈറ്റ് കാണുന്നത്. കണ്ടോ, അവിടെയാണ് DJ നടക്കുന്നത്. ഇപ്പോൾ രാത്രി 7 മണിയായിട്ടുണ്ട്. നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. ഇനിയും 5 മണിക്കൂറുണ്ട്. വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്, എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ആദ്യം ഇവിടെ കളിയാണ് മണലിൽ. ഓക്കെ, ഇതാമോ ലൈറ്റ്. യാ, അപ്പോൾ DJ നടക്കുന്നത് നമുക്ക് കണ്ടോ, ആ ലൈറ്റ് നടക്കുന്നില്ല, അവിടെയാണ് DJ നടക്കുന്നത്. അങ്ങോട്ട് പോകണം. ഇനി ഫുഡ് കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. യാ, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബീച്ചിൽ നിന്ന് മുകളിൽ കയറി. അപ്പോഴാണ് ഇവിടെ DJ ഇവിടെ മുകളിലുണ്ട് കേട്ടോ. അവിടെയായിട്ട് DJ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ റെസ്റ്റോറൻറ്റും റിസോർട്ടുകാരൊക്കെയാണ് DJ സെറ്റ് ചെയ്തിട്ട്. ഇവിടെ ഒരു കിട്ടില്ല DJ നടക്കുന്നുണ്ട്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാം. അപ്പോൾ ഓലപ്പുര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അവരുടെ തന്നെ DJ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. അല്ലേടാ കുട്ടാ, കീർത്തിക്കുട്ടാ, ഫുഡ് കഴിക്കണ്ടേ? യാ, ആദ്യക്കുട്ടാ, വാടാ, കേറി വാടാ മോനെ, കേറി വാ. ഇപ്പൊ ചെണ്ടമേളം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്, പക്ഷേ അതിപ്പോ അവർ നിർത്തി. നമ്മൾ വന്നതുകൊണ്ടായിരിക്കാം അല്ലേ, നമ്മളെ കണ്ടത് അവർ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. അങ്ങനെ ഓലപ്പുര എത്തിയപ്പോഴത്തേക്കും നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫുഡ് അലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ മെനു നോക്കുന്നുണ്ട്. ടോക്കൺ എടുക്കുക, ബില്ല് പേ ചെയ്യുക, അകത്ത് കയറുക. ഓലപ്പുര റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഫുഡ് രാത്രി ചപ്പാത്തി. രാത്രിയല്ല, വൈകുന്നേരത്തെ രാത്രി ഒന്നുകൂടെ കഴിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ രാത്രി 12 മണി കഴിക്കും. ചിക്കൻ കറിയും കട്ടൻ ചായയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ 3 പറയും, എനിക്ക് 2 കിട്ടി. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാവോ? കുഴപ്പമില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് ഓണായേ, എല്ലാവരും ഓണായേ. ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. അതാ വീണ്ടും വന്നിരിക്കുന്നു. പവർ കട്ടായിരുന്നു കേട്ടാ, ഫുള്ള് പവർ കട്ടായിരുന്നു. ഫുള്ള് ലൈറ്റ് വന്നു. ഇനി അടുത്ത പവർ കട്ടിന് കാണാം. 2026 വെൽക്കം ചെയ്യാനായിട്ട് വന്നിട്ട് വേണ്ട എല്ലാം ശശിയായി നിൽപ്പുണ്ട്. DJ നടക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക്. ഓപ്പൺ DJ ഇല്ല. അങ്ങനെ എല്ലാം പെട്ട് വേണ്ട പോകാൻ കടന്നിലൊട്ടിയിരിക്കുന്നത്. Tata, bye bye.